മനസ്സ് നന്നാവട്ടെ. 2024 വർഷത്തിൽ SSLC വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യം തന്നെ ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനിൽ എത്തി നിൽക്കുന്നത് പോലെയായിരിക്കും. ഒരുപാടേറെ പാതകളാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു നിൽക്കുന്നത്. പക്ഷേ ഏതിലൂടെ പോകണമെന്നുള്ള സംശയത്തിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയാണ് എത്തിപ്പെടേണ്ടത് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ആദ്യം നിശ്ചയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്കിപ്പോൾ ഒരു ഡോക്ടറാണ് ആവേണ്ടതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എടുക്കേണ്ട കോഴ്സ് എന്ന് പറയുന്നത് അത് ബയോളജി സയൻസ് തന്നെയാണ്. നിങ്ങൾക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ആവേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള പാത്ത് എന്ന് പറയുന്നത് അത് കൊമേഴ്സ് എടുത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന മേഖലയിലേക്ക് എത്തിപ്പെടുക എന്നത് തന്നെയാണ്. ഇനി നിങ്ങൾക്കൊരു CS എഞ്ചിനീയർ ആവണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തുകൊണ്ട് അതിന്റെ ബേസിക്സും പ്രോഗ്രാമിംഗിന്റെയും കോഡിംഗിന്റെയും മുഴുവൻ ബേസിക്സും പഠിച്ച ശേഷം പിന്നീട് കമ്പ്യൂട്ടർ സയൻസിന്റെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് നീങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. അതുപോലെ തന്നെയാണ് ഹ്യൂമാനിറ്റീസ് എടുത്തുകൊണ്ട് LLB ചൂസ് ചെയ്യുന്നതാണ് ഒരു വക്കീലാവാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഇതുവരെ ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കോഴ്സ് ഏതെടുക്കണം എന്നുള്ളതിന് ഒരു ധാരണയില്ല, അല്ലെങ്കിൽ എന്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നൊരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ രണ്ടാമത് നിങ്ങൾ അടിസ്ഥാനമാക്കേണ്ട ഘടകം എന്ന് പറയുന്നത് ഏത് വിഷയത്തോടാണോ നിങ്ങൾക്ക് കൂടുതൽ അഭിരുചി എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങൾ 10 വരെ പഠിച്ച കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തോട് പ്രത്യേകമായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ടാവാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിസ്റ്ററിയോട് നിങ്ങൾക്ക് അതിയായ ഇഷ്ടമുണ്ട്, അത് പഠിക്കാനുള്ള കുറച്ചും കൂടി ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ചോയ്സ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് തന്നെയാണ്. പൊതുവെ നമ്മുടെ ഇടയിലുള്ള ഒരു ധാരണയാണ്, ഒരു തെറ്റിദ്ധാരണയാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കോഴ്സാണ്, സയൻസ് ആണ് ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന ഒരു ധാരണയാണ്. ഒരിക്കലും അത് ശരിയല്ല എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. ഓരോ കോഴ്സുകൾക്കും അതിന്റേതായ മേഖലകൾ തുറന്നു കിടക്കുന്നുണ്ട്. നമ്മുടെ ഏതാണോ മേഖല എന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പാത സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഏകദേശ സംശയങ്ങളെല്ലാം മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്ട്രീം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വരുത്തുന്ന 3 അബദ്ധങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സയൻസ് സ്ട്രീം എടുത്താൽ ഏതൊരു മേഖലയിലേക്കും എത്തിപ്പെടാമല്ലോ എന്നൊരൊറ്റ കാരണം കൊണ്ട് സയൻസ് സ്ട്രീം ചൂസ് ചെയ്യുന്നത്. 10 വരെ പഠിച്ച കാലഘട്ടത്തിൽ സയൻസിനോട് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ലാതെ A+B² പഠിച്ചതുകൊണ്ട് ജീവിതത്തിൽ എന്താണ് നേട്ടമെന്ന് വിചാരിച്ചവർ പിന്നീട് സയൻസ് സ്ട്രീം എടുക്കുകയും പിന്നീട് ഞാനൊരു ട്രബിളിലാണ് പെട്ടതെന്ന് വിചാരിച്ച് യാതൊരു ഉത്സാഹവുമില്ലാതെ പഠിച്ച് +2 പാസ് ഔട്ട് ആകുമ്പോൾ കുറഞ്ഞ മാർക്കോടെ പാസ് ഔട്ട് ആകുന്ന ഒരു അവസ്ഥ നമ്മൾ പൊതുവെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അഭിരുചിയും നമ്മുടെ ലക്ഷ്യവും മനസ്സിലാക്കി മാത്രം ഒരു സ്ട്രീം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ ഒരു സ്ട്രീം സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എത്രമാത്രം പഠിക്കാനുണ്ട്, ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള യാതൊരു ഐഡിയയും ഇല്ലാതെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിൽ എത്രമാത്രം പഠിക്കാനുണ്ട്, എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള അറിഞ്ഞു വെക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിനു മുൻപ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സീനിയേഴ്സുമായിട്ട് അഭിപ്രായങ്ങൾ ചോദിച്ച് അവർക്ക് ഇത് ഈസി ആയിരുന്നോ അല്ലെങ്കിൽ ഹാർഡ് ആയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് വെച്ച് അവരുടെ അനുഭവങ്ങൾ നമുക്ക് എടുക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരുമായി കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ കോമൺ സെൻസിൽ ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ മേഖലയാണോ, നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി കഴിയോ എന്ന് ചിന്തിച്ച് മാത്രം ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തതായി പലരും ചെയ്തിട്ടുള്ള ഒരു അബദ്ധമാണ് NDA എക്സാം എഴുതി എനിക്ക് എയർഫോഴ്സിലും നേവിയിലുമാണ് എത്തിപ്പെടേണ്ടത്, ഞാൻ എടുത്തിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ആർമിയിൽ എത്തിപ്പെടാൻ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിലൂടെ സാധിക്കും. പക്ഷേ എയർഫോഴ്സ്, നേവി എന്നിവയിലേക്ക് എത്തിപ്പെടാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. NDA എക്സാം എഴുതി നേവിയിലേക്കും അതുപോലെ എയർഫോഴ്സിലേക്കും എത്തിപ്പെടുന്ന കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്തിപ്പെടേണ്ട മേഖല തിരിച്ചറിഞ്ഞുകൊണ്ട് കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഏത് കരിയറിലേക്കാണോ എത്തിപ്പെടേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിന് ഏത് എക്സാം ആണോ എഴുതേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും രണ്ടാമതായി മനസ്സിലാക്കേണ്ട കാര്യം. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് ഈ കരിയറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മനസ്സിലാക്കി കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അടുത്തതായി നോക്കാൻ വേണ്ടി പോകുന്നത് ഓരോ സ്ട്രീം എടുക്കുകയാണെങ്കിലും അതിൽ എത്രമാത്രം വിഷയങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ആദ്യം ബയോളജി സയൻസ് നോക്കാം. ബയോളജി സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ തന്നെ മാത്സ് എന്നീ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. അടുത്തായി നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഏതെല്ലാം വിഷയങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കാനുള്ള വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളതാണ്. അടുത്തായി നമുക്ക് കൊമേഴ്സിൽ ഏതെല്ലാം വിഷയങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് നോക്കാം. കൊമേഴ്സിൽ പഠിക്കാനുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മാത്സ്.
അടുത്തതായി നമുക്ക് ഹ്യൂമാനിറ്റീസിൽ എത്രമാത്രം വിഷയങ്ങൾ പഠിക്കാനുണ്ട് നോക്കാം. ഏറ്റവും ആദ്യം ഹിസ്റ്ററി, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, ജോഗ്രഫി ഓർ സോഷ്യോളജി, അതുപോലെ തന്നെ എക്കണോമിക്സ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം കോമ്പിനേഷൻസ് മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ളത്, ഇനിയും അനവധി കോമ്പിനേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ അവിടെ അധികം പോപ്പുലർ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളുകളിൽ എത്തരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് അന്വേഷിച്ച് നിങ്ങൾ കൃത്യമായ കോമ്പിനേഷൻസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നിങ്ങളുടെ ഏകദേശം കൺഫ്യൂഷനൊക്കെ മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാൽ തന്നെ നിങ്ങളിൽ 100% എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് ലഭിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. മനസ്സ് വന്നാണ്.